നേര്യമംഗലം അടിമാലി പാതയിൽ മരം വീണിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരം മുറിച്ചു നീക്കുന്നു. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, മഴയും പെയ്യുന്നുണ്ടല്ലേ, എത്രത്തോളം ശ്രമകരമാണ്? കാര്യമായ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടോ? വിനീത, മഴ ഇപ്പോൾ അല്പം ശക്തിയാർജിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മഴ മാറിയിരുന്നു, അതായത് ഈ മേഖലയിൽ അല്പം മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നേര്യമംഗലം അടിമാലി പാതയിലാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഒരു മരം അപ്പാടെ ഇങ്ങോട്ടേക്ക് മറിഞ്ഞ് റോഡിലേക്ക് വീണതാണ്. അല്പം കുറച്ചധികം സമയമായി, പക്ഷേ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി അതിൻ്റെ ഒരു മേജർ പോർഷൻ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഗതാഗതം നേരത്തെ ഏതാണ്ടൊരു 90% തടസ്സപ്പെടുന്ന നിലയുണ്ടായിരുന്നു. കാരണം ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഗം ഏതായാലും ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഭാഗിക ഗതാഗത തടസ്സം ഏതാണ്ട് നീങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, അധികം വൈകാതെ തന്നെ ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തി. കാരണം ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടായാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. കാരണം ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എന്ന് പറയുന്ന പാതയാണിത്. ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തി അവർ ഈ പ്രവർത്തനങ്ങൾ ഏതാണ്ടൊരു സിംഹഭാഗവും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഈ നേര്യമംഗലം മുതൽ എങ്ങനെയുള്ള ഈ പാത, ഹൈറേഞ്ചിലേക്കുള്ള പാത പല സ്ഥലങ്ങളിലായി മണ്ണിടിച്ചിലുണ്ട്. അതാണ് ഇതുവഴിയുള്ള യാത്രയിൽ നല്ല ജാഗ്രത വേണം എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം പല ഭാഗങ്ങളായി ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുകളാണ്, വലിയ തോതിലുള്ള മണ്ണിടിച്ചിലല്ല. പക്ഷേ മഴ മാറി നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഉച്ചയ്ക്കൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതിൽ പക്ഷേ മാറ്റമുണ്ട്. നമുക്കിവിടെ ഈ മരം വീണ ഭാഗത്ത് മരം ഇങ്ങോട്ട് പോകുന്നതിന്റെ ഒരു ഇമ്പാക്റ്റിലായിരിക്കാം മണ്ണും ഇടിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരു അപകടാവസ്ഥയിൽ മറ്റൊരു മരം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൂടി അതിന്റെ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആലോചന നടക്കുന്നതേ ഉള്ളൂ. ആ മരം പക്ഷേ പെട്ടെന്ന് മുറിച്ചു നിൽക്കാൻ കഴിയില്ല. ഫോറസ്റ്റിന്റെ കൂടി ഒരു അനുമതി വേണം. അതൊരു അപകടാവസ്ഥയിൽ ആ മരം അവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ മുന്നറിയിപ്പുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലുണ്ടാകാം. അതുകൊണ്ടാണ് രാത്രിയിലുള്ള യാത്ര സംബന്ധിച്ചൊരു നിയന്ത്രണമുണ്ട്. പക്ഷേ ഇപ്പോൾ മുന്നറിയിപ്പ് മാറുന്നതിനനുസരിച്ചായിരിക്കും ആ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുക എന്നാണ് ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവഴിയുള്ള വിനോദസഞ്ചാരികളടക്കം, അതുകൂടാതെ ചരക്ക് വാഹനങ്ങൾ, ബസ്സുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ അങ്ങനെ എന്ന് തുടങ്ങി നല്ല ഗതാഗതം. ഇപ്പോൾ നമുക്ക് എതിർഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അപ്പോൾ നേരിയ ഗതാഗത തടസ്സം പോലും വലിയ തോതിൽ ബാധിക്കും അങ്ങനെ ഒരു പാതയാണ്. കാരണം ഈ ജില്ലയെ, ഇപ്പോൾ എറണാകുളം ജില്ലയെയും ഇടുക്കി ജില്ലയും കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ്. മറ്റൊന്ന് ദുർഘടമായ ഒരു പാത കൂടിയാണ്. അതിന്റെ ഒരു ഭൂമിശാസ്ത്രം അങ്ങനെയാണല്ലോ, ഒരു ചുരം സമാനമായ പാത കൂടിയാണ്. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഈ പൂർണ്ണമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും. ഏതാണ്ട് പകുതി പുനഃസ്ഥാപിച്ചു, വളരെ വേഗത്തിൽ തന്നെ അത് കഴിയും. പക്ഷേ ഈ വഴിയുള്ള യാത്ര നടത്തുമ്പോൾ വലിയ ജാഗ്രത വേണം എന്ന ആ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശരി, സജോയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 8 ജില്ലകൾ റെഡ് അലേർട്ടാണ്. മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 നദികളിലെ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ്. അത് അപകടകരമായ നിലയിൽ തന്നെയാണ്. അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. പമ്പ, മീനച്ചിലാർ തുടങ്ങിയവയുടെ കരയിലുള്ളവരും ജാഗ്രത പാലിക്കുക തന്നെ വേണം. 8 ജില്ലകൾ റെഡ് അലേർട്ടാണ്, അത് മറക്കരുത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ സജോ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും മരം വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കുകയും വേണം.